അപ്പൊ ഇന്ന് നമ്മള് വന്നുള്ളത് നമ്മളെ ഫാമിലാണ്. ഇത് നമ്മളെ ഫാമാണ്. ഇതാ ഒരു പോത്തിനെ നിങ്ങൾ നോക്കി. ഇതാ ഒന്നുണ്ട് എത്തി ആ കൊമ്പൊക്കെ കാണിച്ചു കൊടുത്താ. ഇത് കിയൂര് പോത്താണ്. കിയൂര് പോത്ത് എന്ന് പറഞ്ഞാൽ കീപ്പട്ടിക്ക കൊമ്പ് വരിക. കിയൂരൻ ജാതി എന്താ ഇണ്ടോക്ക് കൊമ്പ് ആട്ടണോക്ക്. കിയൂര് ജാഫറാബാദിയുടെ യഗ്നിഫിക്കേഷൻ കൂടിയ പോത്താണിത്. ജാഫറാബാദി യഗ്നിഫിക്കേഷൻ ഇതാ കണ്ടില്ലേ. ഇതാ കൊമ്പാടണോ കിയൂരിന്ന് വന്ന പോത്താണ്. കിയൂരിന്ന് വന്ന പോത്ത് എന്ന് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ കീപ്പട്ടക്ക കൊമ്പ് പോവുക. കിയൂരൻ പോത്ത്. ഇത് ചൂരൽമഴ ആ ഭാഗത്തുനിന്ന് അത് ചുരുണ്ട് കയറിയിരിക്കണോക്ക്. ഇത് കൊമ്പ് കളഞ്ഞിക്കണോക്ക്. പക്ഷെ എന്താ വെച്ചാ ഒരു കാര്യമുണ്ട്, കുത്താൻ വന്നാൽ നെഞ്ഞത്ത് കയറില്ല, കൊമ്പ് അണ്ണാക്കിക്കാൻ കയറിയിരിക്കണു. അത് കാരണം കുഴപ്പമില്ല. ചൂരൽമല പോത്താണ്. ഇത് ചുരുണ്ടൂര് ചുരുണ്ടിട്ട് ചെരുപ്പൂര് ഭാഗത്തുനിന്ന് വന്നാൽ അത് ചെവിയുടെ ഉള്ളിലേക്കാണ് ഇത് കയറുന്നത്. ചുരുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചെരുപ്പൂരിന്ന് വെച്ചാ ഇതാ ചെരുപ്പൂര് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേക്ക് കയറുന്ന കൊമ്പ്. അതാണ് അങ്ങനെ പറയാം. ഇത് കൊമ്പങ്കാട് കൊമ്പ് കുത്തനെ കയറുന്ന പൈ. നല്ല വശം കറവുള്ള നല്ല പാലും കിട്ടും. ഇത് എളമ്പോത്ത് കുറ്റിക്കൊമ്പ് എന്നൊക്കെ പറയും. ഇത് ചെറിയ കത്തി ഉണ്ടല്ലോ, അടക്കാ കത്തി കൊമ്പാണിത്. അടക്കാ കത്തി അത്ര വലിപ്പം വരുള്ളൂ. ഇത് ചീനായി പാത്തു. എന്താ നിർത്താൻ എലമ്പാറ്റ. ഇത് ഉസറണ്ട പൂ മൈമനത്ത. ഇതൊരു ഗീറ് മൂരിയാ. ഗീറല്ലത് നമ്മളെ ഗീറ് മൂരിക്കുട്ടി. അപ്പൊ നമ്മൾ ഫാം തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇനത്തിൽ പെട്ട പൈക്കളും പോത്തുകളും ഒക്കെ ഇവിടെ ഉണ്ട്. വൈക്കോലും കുറച്ചുണ്ട് ഇഷ്ടോട്ടാണ്. തിന്നോ നിങ്ങളെ പട്ടിണിക്ക് ഇടാൻ പാടില്ല. പട്ടിണിക്ക് ഇട്ടാലേ വലിയ വിഷയാണ്. തിന്ന്. അപ്പൊ ഏത് ഇനത്തിൽ പെട്ട പോത്തും പയ്യും പശുവും ഒക്കെ നമ്മളതിലുണ്ട്. നല്ല തീറ്റ തിന്നാൻ കൊടുത്താൽ മുതലാവില്ല. എന്നാലും മൃഗങ്ങളല്ലേ, നാൽക്കാലികളല്ലേ, അതിനെ തിന്നാൻ കൊടുത്താൽ ഒരു കൂലി പറച്ചോൻ പാത്രം നമുക്ക് കിട്ടും. ഇതൊക്കെ ഇവിടെ നിരത്തി കെട്ടിട്ടില്ല. എന്താ പോത്തുകള്. ഈ പോത്തിന്റെ കൊമ്പ് കട്ട് ചെയ്യണം. കൊമ്പ് കട്ട് ചെയ്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. ആ പുറമിരുവൊക്കെ ഒന്ന് കാണിച്ചോട്ടാ. പോത്തിന്റെ ഇവിടെ കയറി നിന്നിട്ട് ആ പുറമിരുവ് ആ പോത്തിന്റെ ഒക്കെ ഒന്ന് കാണിച്ചു. ഇത് ജാഫറാബാദി കിയൂര് കീപ്പട്ടിക്കാണ് കൊമ്പ് വരിക. കിയൂരിൽ നിന്ന് വരുന്ന പോത്താണിത്. കിയൂര് പോത്ത്. ആ കൊമ്പ് നമ്മൾ കാണിച്ചു കൊടുത്താ. കിയൂരൻ എന്താ കൊമ്പിങ്ങനെ ആടും ചെയ്യും. ഉണ്ടോക്ക് കൊമ്പ് ആടുന്നു. ഇതാണ് കിയൂരൻ പോത്ത്. ജാഫറാബാദിയുടെ വേറെ മോഡല് കിയൂര് കീപ്പട്ടിക്ക് വരുന്ന കൊമ്പാണ്. എന്താ കൊമ്പ് ആടണോക്ക് എന്താ. രണ്ട് കൊമ്പും ആടും. കിയൂരൻ പോത്ത്. ഇത് പെരടിയിൽക്കാ കൊമ്പ് കൊടുക്കുന്നത്. ഇത് ആളെ കൊല്ലണ. കൊമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി റെഡിയാക്കണം. ഒരു കൊമ്പ് ഇതാ പോയിക്കണോക്ക്. ആമിനത്തി ഉണ്ട് ഇവിടെ. ഐസിമു, ഖദീജു, ഷക്കീല, ബീവാത്തു, അങ്ങനെ പല ജാതികളും ഇവിടെ ഉണ്ട്. നല്ല തീറ്റും തിന്നു. നായ്ക്കല് തിന്നു. നാളേക്ക് നല്ല പാലുണ്ട് വേണട്ടാ. കറക്കുമ്പോ മുല കൈ കൂടെ പോരാൻ മതി. നല്ല തിന്നോളി. ഒരു വൈക്ക് പിന്നെ 6 ലിറ്റർ പാലുണ്ട്. ഇതിന് 3 ലിറ്റർ, അതിന് 3.5 ലിറ്റർ. അതിന് പാലുണ്ടാവില്ല. അത് പിന്നെ ഇതാ മൂജിക്ക് പാലുണ്ടാവില്ല. അത് പെട്ടെന്നാണ് പറയുമ്പോ അങ്ങനെയാണ് പറഞ്ഞാണ്. അപ്പൊ അത് ആ 2 പാലുണ്ടാവില്ല. മൂജിയാണ് മക്കളെ. ഇത് അത്യാവശ്യം നല്ല മെയിനുള്ള സൈസാണ്. ഇത് മെയിനുള്ള സൈസാണ്. അത് കൊമ്പൊക്കെ അടക്കത്തി പോലത്തെ കൊമ്പാ. ഇത് അടക്ക വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കൊമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഇത് ഏത് മോഡലാന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അരിവാൾ തൊട്ടി ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ കൊമ്പ് കണ്ടുപിടിച്ചിട്ടാണ് അരിവാൾ തൊട്ടിയൊക്കെ കണ്ടുപിടിച്ചത്. ഇതിന്റെ കൊമ്പൊക്കെ കണ്ട അരിവാൾ തൊട്ടി. ഇതിമഞ്ഞ് ആ മുളക്കോല് വെച്ച് കെട്ടിയാൽ മതി. അത് അതി ഒക്കെ വലിയ ഇബിലീസളാ. നല്ല കുത്തും ചെയ്യാളെ. ഈ പോത്ത് തൊടാൻ പറ്റില്ല. ഈ പോത്ത് ഭയങ്കര പോത്താ. 2 പോത്ത്. ഇതിപ്പോ നമുക്ക് ഒരു 70 റുപ്യ മേനിയാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ഒരു 65,000 വെച്ചിട്ടൊക്കെ കൊടുക്കാം ഈ പോത്തളെ. പാർട്ടിണ്ടാക്കി കൊണ്ടുവരാം കേട്ടാ. ഇതാണ് നമ്മളെ ഫാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി ചവിട്ടി പൊട്ടിച്ചോണ്ട് ലഷ്പത പിടിക്കുക.